പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള 2026 വയനാട് അമ്പലവയലിൽ ഈ ജനുവരി 1 തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ വർഷവും പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള അമ്പലവയലിലുണ്ട്. അതിനേക്കാളൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു വർഷം. പൂപ്പൊലി തുടങ്ങിയിട്ട് 10ാം വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളും മാറ്റങ്ങളും ഒക്കെ അവർ ഈ വർഷം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പൂപ്പൊലി നടക്കുന്ന സ്ഥലത്ത് നിന്നും വണ്ടിയൊക്കെ ഒരുപാട് അകലെ പാർക്ക് ചെയ്ത് നമ്മൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വേണം വരാൻ. ഭയങ്കര തിരക്കാണ്. ടിക്കറ്റ് എടുക്കാനും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിലേക്ക് എൻട്രി ചെയ്യാനൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ് എൻട്രിയിലൊക്കെ അവർ പൂക്കൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ പൂക്കളുടെ ഒക്കെ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. വളരെ മനോഹരമാണ്. നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ഒരു 3 മണിയോട് കൂടിയാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് നമ്മൾ പോകുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണി വരെയൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മുഴുവനായിട്ടൊന്നും കണ്ടു തീർക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കുമാണ്, അത്രയ്ക്ക് കാണാനുണ്ട്. ഇത് സൂര്യകാന്തി പൂക്കളാണ് കേട്ടോ. ഇതൊക്കെ കുറേയൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉച്ചയോടുകൂടെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരണം കേട്ടോ. എന്നാലേ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ. കണ്ടു തീരാത്ത അത്രയും പൂക്കൾ തന്നെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പകൽ മുഴുവൻ പൂക്കൾ തന്നെ നമുക്ക് കണ്ടു തീർക്കാനായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തോടു കൂടി റൈഡും കാര്യങ്ങളും കുട്ടികളുടെ പാർക്കുകളും സ്റ്റാളുകളും എല്ലാം ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം തിക്കിലും തിരക്കിലും നിന്ന് ക്യൂ നിന്നൊന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൺലൈനിലായിട്ട് ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ടിക്കറ്റ് നമ്മൾ ഓൺലൈനിലെടുത്ത് എൻട്രിയിൽ വന്ന് അത് സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ക്യൂ നിന്ന് തന്നെ ഒരുപാട് സമയം അങ്ങനെ പോകും കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ ഒരുപാട് അകലെയായിട്ടാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുറേ ഇങ്ങോട്ട് നടന്ന് വരാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം പോകും. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് കണ്ണിനും മനസ്സിനൊക്കെ കുളിർമയേകുന്ന അടിപൊളി പൂക്കളാണ് ഇതൊക്കെ. പൂക്കളൊക്കെ ഒരു 1/4 ഭാഗത്തോളം പോലും എനിക്കൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്കും തിരക്കാണ്. ഒരുപാട് നല്ല നല്ല പൂക്കളൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് തിരക്കുമാണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എടുത്താൽ തീരാത്ത അത്രയും പൂക്കളുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ ആ പൂക്കളുടെ ഭംഗി കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെ വിട്ടു പോയിട്ടുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയതാണ്. നമ്മൾ നോക്കി ഇങ്ങനെ നിന്ന് പോയിട്ട് അത്രയ്ക്കും ഭംഗിയാണ്. പറഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ജനുവരി 1 മുതൽ 15 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പുഷ്പമേള. അപ്പോൾ വരാൻ പറ്റുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ആരും മിസ്സാക്കരുത്. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് താഴോട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ആളുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെ നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്തു തന്നെ അറിയില്ല. കുറേ സമയം നമ്മൾ ഈ ഒരു ഭാഗത്ത് ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടേക്ക് ഇവർ പൂക്കൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു റൗണ്ടിൽ പൂക്കൾ കൊണ്ട് തന്നെ അവരൊരു ക്ലോക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കായത് കാരണം അതൊന്നും ശരിക്കും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല.
പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇവിടെയും നമ്മൾ നോക്കി ഇങ്ങനെ നിന്ന് പോകട്ടോ. ചുറ്റോട് ചുറ്റും പൂക്കൾ സെറ്റ് ചെയ്ത് സെൻറ്ററിലാണ് ഈ ഒരു കുളം വരുന്നത്. ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് റൗണ്ടിലായിട്ട് ഈ പൂക്കൾ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഈ പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. കണ്ടില്ലേ, നല്ല തിരക്കുമാണ്. പിന്നെതായി കുളത്തിൻ്റെ സെൻറ്ററിലായിട്ട് 2-3 തോണികൾ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലും പൂക്കൾ തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം അതൊക്കെ കാണാനായിട്ട്, അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ രാത്രി കാഴ്ചകൾ നല്ല രസമാണ് കേട്ടോ. നമ്മളിത് അങ്ങ് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ചൊരു ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെതാ ഇതൊക്കെ റോസ് പൂക്കളാണ് കേട്ടോ. റോസ് പൂക്കളും ഒരുപാടുണ്ട്. ഒരുപാട് ദൂരത്ത് അങ്ങോട്ട് ഒത്തിരി ഭാഗത്തായിട്ട് റോസ് പൂക്കളുടെ കാഴ്ചകൾ ഒരുപാട് അങ്ങോട്ട് ഇനിയുണ്ട് കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പെറ്റ്സിൻ്റെ ഭാഗങ്ങളാണ്. കോഴികൾ, താറാവുകൾ, തത്തകൾ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുട്ടികളുടെ പാർക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫാമാണ്. നമുക്ക് പുറത്ത് കണ്ട അത്രയും പൂക്കളുടെ വിത്തുകൾ ഇവിടെ ഉണ്ട്, ചെടികളും. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാനും പറ്റും. പിന്നെ മോള് കുറേ നേരമായിട്ട് ഐസ്ക്രീമിന് പറയണേ. വീഡിയോ എടുക്കുന്ന തിരക്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ അത് അവൾക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ പോപ്കോൺ ഉണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഉണ്ട്. മസാലയൊക്കെ ആക്കിയിട്ട് നമുക്ക് തരും അവർ. പിന്നെ ഇതൊക്കെ ഫുഡിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. കോളിഫ്ലവർ, ബജി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ബിരിയാണി വരെ ഉണ്ട്. നെയ്ച്ചോറ്, ചിക്കൻ ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് പായസത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ വിവിധ തരം പായസങ്ങളുണ്ട്. നമ്മൾ പാലടയും ബോളിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ സ്റ്റാളുകളാണ്. സ്റ്റാളുകളൊക്കെ ഒരുപാട് അങ്ങോട്ടുണ്ട്. അങ്ങോട്ടൊന്നും അടുക്കാൻ കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കാണ്. നമ്മളൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാലൊന്നും അതിനൊന്നും കഴിയൂല. നല്ല വിലക്കുറവിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തിരക്കിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. പിന്നെ ഇതൊക്കെ അത്രയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടാലും പറഞ്ഞാലും തീരാത്ത അത്രയും ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ കവർ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതിൽ ഒരു റൈഡിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. മോള് ഒരു റൈഡിലും ഒറ്റയ്ക്ക് കയറൂല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പൂപ്പൊലി കാഴ്ചകൾ അവസാനിക്കുകയാണ്. ആരും മിസ് ചെയ്യരുത്. പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വന്ന് കാണണം. അത്രയ്ക്ക് അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അറിയുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.